ശബരിമല എന്ന് കേൾക്കുമ്പോൾ നിലയ്ക്കൽ നിന്ന് പോയി പമ്പാതീർത്ഥത്തിലിറങ്ങി മല കയറി അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണുന്ന ഒരു ക്ഷേത്രം മാത്രമാണെന്ന് ധരിച്ചളായിരുന്നു. കാലഭൈരവർ ഈ കാലഭൈരവർ ആരാണെന്നുള്ള കാര്യത്തിൽ വലിയ തർക്കങ്ങളുണ്ട്. BC 500-ാം ആണ്ടിനടുത്ത് 2500 വർഷങ്ങൾക്ക് മുമ്പ് ശബരിമലയിന് ചുറ്റുള്ള പ്രദേശങ്ങളിലും വലിയൊരു സംസ്കാരം ഉദയം ചെയ്തു. ഒരു കാവ് എന്ന് പറയുന്നതായിരിക്കും ശരി. കാരണം ക്ഷേത്രങ്ങൾക്ക് 4 ലെവലിലാണ് ക്ഷേത്രമാവുന്നത്. ആദ്യം ഉണ്ടാകുന്ന ഒരു കാവാണ്. കാവ് പിന്നെ കോവിലായി, കോവിൽ പിന്നെ അമ്പലമായി, അമ്പലം പിന്നെ മഹാക്ഷേത്രമായി പണിക്കപ്പെടുകയാണ്. കൊറ്റരവൈ എന്ന് പറയുന്ന ദേവത, ആ ദേവത അവിടുത്തെ പ്രധാന ആരാധനാ ഭാഗമായിരുന്നു. ആ ദേവതയാണ് മളയപ്പുറത്തമ്മ എന്ന് പറഞ്ഞ് നിങ്ങൾ ചിലപ്പം വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. കുറച്ച് കഴിഞ്ഞ് ഈ മലയാളത്തിൽ ഈ ശാസ്തൻ എന്ന് പറയുന്ന വാക്ക് ചാത്തൻ എന്നാക്കി മാറ്റിക്കളഞ്ഞു. 19-20 നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനികൾ വേദപുസ്തകത്തിലെ സാത്താനാണ് ഈ ചാത്തൻ എന്ന് പറഞ്ഞുണ്ടാക്കി.